ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. അപ്പം മിസ്സേ, നമുക്കിപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ നോട്ടിഫിക്കേഷൻ വന്നു. 2026 തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ സംബന്ധിച്ച് CCനെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു വർഷമാണ് നമ്മൾ തുടക്കം വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ CSEB ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ഒരു തുടക്കമായിരുന്നു. കാരണം നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ 2 നോട്ടിഫിക്കേഷൻ നമുക്ക് മുൻപിലുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു വർഷം മുഴുവനും നമുക്ക് CSEBയിൽ പുതിയ അവസരങ്ങൾ വരുന്നു, സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻസ് വരുന്നു. അപ്പം ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? കഴിഞ്ഞ ഒരു എക്സാമുകളെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം? കോർപ്പറേഷൻ്റെ ചോദ്യങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിലെ ചോദ്യങ്ങളൊക്കെ? നമ്മൾ 2-3 എക്സാംസ്, കുറേ എക്സാംസ് നടന്നിട്ടുണ്ട്. അതിലിപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു സിംഗിൾ നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന 2-3 എക്സാംസ് ഉണ്ട്. അതൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ കോർപ്പറേഷൻ പാർട്ടിൽ വളരെ ബേസ് എന്നാണ് ഇപ്പോൾ ചോദ്യം വരുന്നത്. പക്ഷെ ബേസ് ആണെങ്കിൽ പോലും കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ഏരിയാസാണ്. ഇപ്പോൾ കമ്മിറ്റീസ് ആണെങ്കിലും ഒരു 2 ചോദ്യങ്ങളെങ്കിലും മിനിമം കമ്മിറ്റീസ് ആൻഡ് കമ്മീഷൻ എന്ന് വരുന്നുണ്ട്. സിലബസിന്റെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷനെ കാര്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഒരുപാട് 102ഓളം കമ്മിറ്റീസ് കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ടെങ്കിൽ പോലും ഒരു 4-5 കമ്മിറ്റീസ് നമുക്ക് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതൊന്നും അല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ്റെ പാർട്ടിൽ നിന്ന് ഉള്ള സ്ഥാപനങ്ങൾ ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് വന്നതെന്നുള്ള രീതിയിലൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇത് കൂടാതെ നമുക്ക് ചില പ്രത്യേക കമ്മിറ്റികളുടെ റെക്കമെൻഡേഷൻ ചോദിക്കുന്നത്, കാരണം സിലബസിന്റെ അത് മെൻഷൻ ചെയ്യാത്ത കമ്മിറ്റികളിൽ നിന്നും നമുക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉള്ള മറ്റൊരു ഏരിയയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റുകളും അതുപോലെ സ്ഥാപനങ്ങളും അവരുടെ പ്രോഡക്റ്റുകളും. അത് സ്ഥിരം ചോദിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകളുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഇപ്പോൾ 2-3 പരീക്ഷയ്ക്ക് നമുക്ക് മാറി ചോദിച്ചൊരു, അതായത് നമുക്ക് ഇതുവരെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഏരിയാസ് എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കോപ്പറേറ്റീവ് ലോയിലേക്ക് പോവുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള ആ സെക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ റൂളിൽ നിന്നുമാണ് അടുത്ത ചോദ്യങ്ങൾ വരുന്നത്. ഇപ്പം നമുക്ക് എങ്ങനെ നോക്കിയാലും ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിർബന്ധമായും എക്സാമിനകത്തുണ്ട്. കാരണം ഓഡിറ്റുമായി ബന്ധപ്പെട്ട ദിവസങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ചോദ്യം ഉറപ്പായിട്ടുമുണ്ട്. പിന്നെ സെറ്റിൽമെന്റ് ആൻഡ് ഡിസ്പ്യൂട്ട്, അവിടെ നിന്ന് നമുക്ക് ഒരു ചോദ്യം വരുന്നു. അതും നമുക്ക് എന്താണ്, ലോയിലെ ചോദ്യങ്ങൾ എവിടെ നിന്ന് വരും എന്ന് നമുക്ക് ഏറെക്കുറെ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. പണ്ട് നമ്മൾ മുന്നേയൊക്കെ ലോയിൽ നമുക്ക് ബേസ്, അതായത് രജിസ്ട്രേഷൻ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള സെക്ഷൻ 2, അതുപോലെ ഡെഫിനിഷൻസ്, ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയുള്ള ചോദ്യങ്ങളായിരുന്നു ആദ്യമൊക്കെ എക്സാംസിന് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതൊന്ന് മാറി കുറച്ചും കൂടി ബാക്കിലേക്കുള്ള കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ചില സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾ ലോയിൽ നിന്ന് വരുന്നുണ്ട്. അതൊരു കൃത്യമായി നമ്മളത് മനസ്സിലാക്കിയെങ്കിൽ, അതായത് ഫോക്കസ്ഡ് ഏരിയ ഏതാണെന്ന് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് 15-ൽ 15 മാർക്കും ഉറപ്പായിട്ടും മേടിക്കാൻ. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നത് CSEB ഏതൊരു എക്സാം ഉണ്ടെങ്കിലും, CSEB ആണെങ്കിലും ഇനി PSC നടത്തുന്ന സഹകരണ മേഖലയിലെ പരീക്ഷയാണെങ്കിലും ചോദിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 65 ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ചോദ്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ അക്കൗണ്ടൻസിയിലേക്ക് വരികയാണെങ്കിൽ ചില ചോദ്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര നിസ്സാരമായിട്ടുള്ള, അതായത് ബേസ് ലെവലിൽ നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതായത് റെന്റ് പ്രീപെയ്ഡ്, റെന്റ് ഔട്ട്സ്റ്റാൻഡിങ്, അത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ചെയ്ത് വരുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എളുപ്പമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും PV റേഷ്യോ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ മാറി വരുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നു. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യം, PG നിലവാരത്തിലുള്ള 1-2 ചോദ്യങ്ങൾ വരെ. PGക്ക് നമ്മൾ അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ് കണ്ടുപിടിക്കാനായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ PV റേഷ്യോ ആണെങ്കിൽ ഫിഗേഴ്സ് തരാതെ, അതായത് കറക്റ്റ് ഇക്വേഷൻ തരാതെ ആദ്യം നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് പിന്നെ ഫിക്സ്ഡ് കോസ്റ്റ് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള രീതിയിലൊക്കെ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദ്യം. അതായത് പിള്ളേരുടെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളുടെ സമയം കുറച്ചുകൂടി അവിടെ അവർക്ക് സ്പെൻഡ് ചെയ്തെങ്കിൽ മാത്രം ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ കൃത്യമായി ടൈം മാനേജ്മെന്റ് വേണം. ടൈം മാനേജ്മെന്റ് നല്ല രീതിയിൽ വേണം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു പുതിയ മാറ്റങ്ങൾ അനുസരിച്ച് ഏത് ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ എന്തുവേണം, നമ്മൾ കൃത്യമായി അത് മനസ്സിലാക്കി പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. പിന്നെ ബാങ്കിങ് ആണെങ്കിലും നമുക്ക് പണ്ട് ട്രഡീഷണൽ ബാങ്കിങ് എന്നായിരുന്നു ചോദിച്ചിരുന്നത്. ഇടക്കാലത്ത് അത് മാറിയിട്ട് മോഡേൺ ബാങ്കിങ് ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ട് ട്രഡീഷണൽ ബാങ്കിങ് എന്ന് ഇപ്പോൾ NI ആക്ടിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ബാങ്കിങ്ങിൽ നിന്നാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. റാങ്ക് മേക്കിംഗ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് വരുന്നത് അധികവും ഈ ബാങ്കിങ് നമ്മുടെ സബ്ജക്ട് പാർട്ടിൽ ബാങ്കിങ് ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു കോസ്റ്റ് അക്കൗണ്ടൻസി, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നിന്ന് 1-2 ചോദ്യങ്ങൾ. ഇതാണ് നമുക്ക് കുറച്ച് മുന്നത്തെ എക്സാം നോക്കിയാൽ ഐദർ ഓർ സർവൈവറിന്റെ കേസിൽ
അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ, പിന്നെ അതുപോലെ തന്നെ നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേസ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ബാങ്കിങ്ങിൽ നിന്ന് അത് പെട്ടെന്നൊരു അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു CSEB മേഖലയിലേക്ക് ഇറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്കുള്ള ചോദ്യങ്ങളാണ് അതിലൊക്കെ ബാങ്കിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതൊരു പക്ഷേ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടാവും. അതുമാത്രമല്ല മിസ്, നമ്മൾ എത്രത്തോളം പറഞ്ഞാലും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, PG നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും കട്ട് ഓഫ് നമ്മൾ നോക്കുമ്പോൾ 80-ന് മുകളിലേക്കാണ്. അപ്പോൾ ഈ ഒരു 80-ന് മുകളിൽ അല്ലെങ്കിൽ 75-ന് മുകളിലേക്ക് ഒരു കട്ട് ഓഫ് വരുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു CCനെ സംബന്ധിച്ച് 2026 ഒരു സന്തോഷത്തിൻ്റെ വർഷമാണെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു കാര്യം പറഞ്ഞില്ല. നമ്മൾ ഈ ഒരു ആദ്യത്തെ 3 മാസം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ 1-ാം റാങ്ക് 2-ാം റാങ്ക് മേടിക്കുകയുണ്ടായി. നമ്മൾ 2026 ലക്ഷ്യം വെക്കുന്നത് കുറച്ചധികം 1-ാം റാങ്കുകളാണ്. അപ്പോൾ ആ ഒരു 1-ാം റാങ്കിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ബാച്ചുകൾ ആരംഭിക്കുകയാണ് മിസ്സേ. നമ്മൾ ബിഗിനേഴ്സ് ബാച്ച് ഉണ്ട്, അതുപോലെ തന്നെ 3 മന്ത് ബാച്ച് ഉണ്ട്. ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് HDC പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയ കുട്ടികളാണെങ്കിലും BCom കോർപ്പറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയ ആളുകളാണെങ്കിലും അവർക്ക് എന്താ ഒരു തിയറി നോളേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ തിയററ്റിക്കലായിട്ട് നമ്മുടെ സബ്ജക്റ്റുകളെ കുറിച്ച് ഒരു നോളേജ് ഉണ്ടായിരിക്കും. പക്ഷെ എങ്ങനെയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടത്, ആ ഒരു രീതിയിലേക്ക് അവരെ പരുവപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ബിഗിനേഴ്സ് ബാച്ച് കൊണ്ട് നമ്മൾ മെയിനായിട്ട്. നമുക്ക് അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ, അവർക്ക് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാളുണ്ടെങ്കിൽ ഒട്ടും സമയം കളയാതെ, അല്ലെങ്കിൽ തൊട്ടടുത്ത വർഷം തന്നെ ജോയിൻ ചെയ്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഒരു ബാങ്കിൽ ജോലി മേടിക്കാനായിട്ട് അവരെ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് മെന്റർഷിപ്പിന്റെ കാര്യം പറഞ്ഞു. നമ്മളുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഏറെ റിനൗഡ് ആയിട്ടുള്ള മെന്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അതിൽ തന്നെ നമ്മളുടെ CC ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിക്മോൻ സാറിൻ്റെ മെന്റർഷിപ്പ് അത്രയും എഫക്റ്റീവാണ്. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റുഡൻസ് നല്ല റിവ്യൂ ആണ് നമ്മളുടെ മെന്റർഷിപ്പ്, ചിക്മോൻ സാറിൻ്റെ മെന്റർഷിപ്പിൻ്റെ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ളത്. കാരണം നിങ്ങളുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണതും ഒരു ഡേ എൻഡ് ചെയ്യണതും സാറിൻ്റെ മെന്റർഷിപ്പ് ക്ലാസ്സോടും അതുപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സോടൊക്കെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുട്ടികളെ എല്ലാം മോറലി ആയിട്ടും പിന്നെ അതുപോലെ തന്നെ അവർക്കൊരു മെൻ്റൽ സപ്പോർട്ടും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ കോഴ്സിൽ ജസ്റ്റ് ജോയിൻ ചെയ്യാന്നുള്ളത് മാത്രമല്ല, നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള നിങ്ങളുടെ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും ഒക്കെ നമ്മൾ ഇവിടെ പരിഹാരമാണ് നമ്മളുടെ മെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത് വേർന്നുകൊണ്ട് അവർ പോസിറ്റീവായിട്ട് പറയാൻ കാരണം ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും മിസ്. കാരണം ചിലർക്ക് ഗ്യാപ്പ് വന്നവരുണ്ട്, ചിലർ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകളുണ്ട്, ചിലർ ജോലിക്ക് പോയിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പം ഇവർക്കെല്ലാവർക്കും വേണ്ടത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. അത് കൃത്യമായി അവർ സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു കസ്റ്റമൈസ്ഡ് മെന്റർഷിപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം ഓരോരുത്തർക്കും നമുക്ക് ഒരു ഗ്രൂപ്പിൽ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ കോൾ ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അവർ ഏത് ഏരിയയാണ് വീക്കായിട്ടുള്ളത്, അത് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കാരണം ഇപ്പം മിസ്സിൻ്റെ നീഡ് ആയിരിക്കില്ല എൻ്റെ നീഡ്, അതുപോലെ ഓരോ ഉദ്യോഗാർത്ഥികളുടെ നീഡ് വ്യത്യസ്തമാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടിലോട്ട് എത്താൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം. അതാണ് ഇപ്പം ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫോമിൽ കൃത്യമായ മെൻറ്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് CCയുടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ CSEB കോഴ്സുകളും നമ്മളുടെ ഫീ ഇളവോട് കൂടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിഗ് ഡേ ഓഫറുമായി ബന്ധപ്പെട്ട് നമ്മൾ വളരെ വലിയ ഓഫറാണ് CSEBയുടെ എല്ലാ കോഴ്സുകൾക്കും നമ്മൾ നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സമയം നിങ്ങൾ എന്ത് ചെയ്ത് പാഴാക്കരുത്, ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. 2026 തീരുന്നതിന് മുൻപ് നിങ്ങൾക്ക് സഹകരണ മേഖലയിൽ ഒരു ജോലി CCയിലൂടെ സ്വന്തമാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ CSEB ജൂനിയർ ക്ലർക്ക് കാഷ്യർ പരീക്ഷ നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്